സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ, ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. നാലു ഡിവിഷൻ മാത്രമുള്ള LP സ്കൂളിനെ UP സ്കൂളാക്കി മാറ്റാൻ അച്ഛന് ഏറെ ശ്രമങ്ങൾ വേണ്ടിവന്നു. ചെറുപ്പത്തിൻ്റെ കരുത്തും ഊർജവും കൈമുതലായിരുന്ന ആ കൊച്ചച്ഛൻ ഈ ഇഞ്ചക്കുണ്ട് ഗ്രാമത്തിലേക്ക് നടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഒരുപക്ഷെ ഇന്ന് ഈ 40-50 വർഷം പിന്നിടുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ വികസനമായി വന്നതെന്നത് നിസ്തർക്കമായൊരു കാര്യമാണ്.
ഞാൻ വൈദികനായിട്ട് വേലുപ്പാടം പ്രദേശത്ത് നല്ല കത്തോലിക്ക കുടുംബങ്ങളുണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് കിലോമീറ്റർ അപ്പുറത്ത് പോയി പള്ളിക്കുന്ന് വരന്തരപ്പള്ളി പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ പ്രദേശക്കാർ എന്നെ കണ്ടപ്പോൾ ആധികാരികമായിട്ടുള്ള പ്രദേശത്തിന് എനിക്ക് അധികാരമൊന്നുമില്ലെങ്കിലും നടന്നു നീങ്ങുമ്പോൾ അവരുടെ ആഗ്രഹം ഞാൻ അന്വേഷിച്ചുകൊണ്ട് വേലുപ്പാടത്തൊരു പള്ളി തുടങ്ങാനായിട്ട് ഞാൻ ആരംഭമിട്ടു. വേലൂപ്പാടമെന്ന കാട്ടുപ്രദേശത്ത് വികസനത്തിൻ്റെ വിത്തുകൾ പാകിയത് കണ്ണാത്തച്ഛനാണ്. ഇഞ്ചക്കുണ്ട് പള്ളി വികാരിയായിരിക്കുമ്പോഴാണ് വേലൂപ്പാടത്ത് ഒരു പള്ളി പണിയണമെന്ന ചിന്തയുണ്ടാവുന്നത്. കൂർക്കഞ്ചേരിയിലെ ഓർമ്മകൾ പിന്നോട്ട് വലിച്ചെങ്കിലും നാട്ടുകാരുടെ പ്രേരണ കണ്ണാത്തച്ഛന് കരുത്തേകി. എച്ചിപ്പാറ വരെ നീണ്ടുകിടക്കുന്ന ഈ പ്രദേശത്ത് ഒട്ടേറെ കത്തോലിക്ക കുടുംബങ്ങളുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കി. അധികം പേരും സാധാരണ കർഷകരും തൊഴിലാളികളുമാണ്. അതുകൊണ്ടുതന്നെ തൊഴിലാളികളുടെ മധ്യസ്ഥനായ ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. അച്ഛൻ 1967 ഇഞ്ചക്കുണ്ട് വികാരിയായിരിക്കുന്ന കാലത്താണ് വേലുപ്പാടത്ത് വരികയും ആ വേലുപ്പാടത്തുള്ള യാത്രയിൽ ഈ പ്രദേശത്തിൻ്റെ മലയോര പ്രദേശത്തുള്ള കർഷകരെയും കുടിയേറ്റക്കാരെയൊക്കെ കണ്ട് അവർക്ക് ഒരു പള്ളിക്കൂടം, ആശുപത്രി, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് കഷ്ടപ്പെടുന്നൊരവസ്ഥ കണ്ടിട്ട് അച്ഛൻ വളരെയേറെ ആത്മാർത്ഥമായി ഈ ഭാഗത്തൊരു പള്ളി ഉണ്ടാകണമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി അച്ഛൻ്റെ പ്രവർത്തന മേഖല വേലുപ്പാടത്തേക്ക് കൂടി വിപുലീകരിക്കാൻ വേണ്ടി ഇവിടെയുള്ള പൊന്നാരി, പൈലോത്, മൂഴിക്കുളം ദേവസി എന്നുള്ള 1-2 കക്ഷികളൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലത്തിനായിട്ട് സമീപിക്കുകയും അവരെ നല്ല മനസ്സുകൊണ്ട് കുറച്ച് സ്ഥലം ഒരു കപ്പേള കിട്ടുന്നതിനായിട്ട് അച്ഛന് വിട്ടുകൊടുക്കുകയും അങ്ങനെ അച്ഛൻ 1967 ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വേലുപ്പാടം പള്ളിയുടെ യേശുപിതാവിൻ്റെ കപ്പേള ഒരു കുരിശ് സ്ഥാപിച്ച ഒരു കപ്പേള ഇവിടെ യേശുപിതാവിൻ്റെ കപ്പേള ഇവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തിന് പറഞ്ഞിരുന്ന യഥാർത്ഥ പേര് പുലിക്കണ്ണിയാണ്. ആ പുലിക്കണ്ണിയെ യേശുപിതാവിൻ്റെ ആ കപ്പേളയുടെ ഒരു ഉത്ഭവത്തോടു കൂടി അത് വേലുപ്പാടം എന്നുള്ളൊരു ടൈറ്റിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് കുറേ കാലം കഴിഞ്ഞ് വരന്തരപ്പള്ളിയുടെ സബ് പോസ്റ്റ് ഓഫീസൊക്കെ വന്നാണ് ഇത് വേലുപ്പാടം ടൈറ്റിലായത്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പുലിക്കണ്ണിയാണ്. ഈ പുലിക്കണ്ണി പ്രദേശമാണ് ഇന്ന് വേലുപ്പാടം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയയായി മാറിയിട്ടുള്ളത്. അതിൻ്റെ പിന്നിലെ ഏകശക്തി മറ്റേ കണ്ണാത്തച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ സജീവമായ, അതായത് കാൽനടയായിട്ട് നടന്ന് കുടുംബം തോറും നടന്ന് കിട്ടുന്ന മരങ്ങളായാലും മൺകട്ടയായാലും ശേഖരിച്ച് കൊണ്ടുവന്ന് ഈ പള്ളിയും ഹോസ്പിറ്റലും ഇത്രയും പറമ്പുകളും എല്ലാം അച്ഛൻ സ്വരൂപിച്ച് ഈ വേലുപ്പാടത്തിന് ഒരു മുതൽക്കെട്ടാക്കി. 1967 തൃശ്ശൂർ മെത്രാൻ മാർ ജോർജ് ആലപ്പാട്ട് പള്ളി പണിക്ക് അടിസ്ഥാന ശിലയിട്ടു. അന്നുതന്നെ പണിയായുധങ്ങളുമേന്തി നിൽക്കുന്ന 6 അടി ഉയരമുള്ള ഔസേപ്പിതാവിൻ്റെ പ്രതിമ പള്ളിമുറ്റത്ത് പ്രതിഷ്ഠിച്ചു. അതേ തുടർന്ന് 1969 ഈ പ്രദേശത്തുള്ള നാട്ടുകാരെയെല്ലാം സംഘടിപ്പിച്ച് കല്ലും മണ്ണും കുഴച്ച്, കരിങ്കല്ലാണ് ഭിത്തിയായിരുന്നു മെയിനായിട്ട്, കരിങ്കല്ലിൽ കെട്ടിപ്പൊക്കിയ ഒരു ചെറിയ പള്ളി ഇവിടെ സ്ഥാപിച്ച് ഏകദേശം 67 മുതൽ 81 വരെയുള്ള 14 വർഷത്തെ കാലഘട്ടം വളരെ സജീവമായിട്ട് ഈ ഇടവയിൽ പ്രവർത്തിച്ചു. ഇന്നിപ്പോൾ ഏകദേശം ഒരു പുതുക്കിയ പള്ളി, അതിനുശേഷം അതോടൊപ്പം 10,000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വലിയ പാരിഷ് ഹാൾ, അതായത് റൂബി ജൂബിലി ഹാൾ, അതിനോടനുബന്ധിച്ച് ഈ 2 നിലയിലുള്ള ഏകദേശം 20 ക്ലാസ് മുറികളും വരുന്നതായിട്ടുള്ള വലിയൊരു ഹൈസ്കൂള്, ആ ഹൈസ്കൂളിനോട് തുടർന്നിപ്പോൾ +1 ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇത് അതോടൊപ്പിച്ച് ജനത്തിന് വരുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നതിനായിട്ടിപ്പോൾ വലിയൊരു എമൗണ്ടിൽ ഒരു പിതാപാതയുടെ പ്രൊജക്റ്റ്, ന്യൂ പ്രൊജക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ പ്രദേശത്തിന് ആധികാരികമായിട്ട് വളരെയേറെ വളർച്ചയിലേക്ക് എത്താവുന്ന ഒരു അടിത്തറ പായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കണ്ണാത്തച്ഛൻ
ഈ പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പുള്ളിയുടെ കർമ്മമണ്ഡലം വീണ്ടും വ്യാപിപ്പിക്കുന്നതിനായിട്ട് യാത്ര നീങ്ങിയിട്ടുള്ളത്. വേലുപ്പാടത്തെ ഔസേപ്പിതാവിന് ചില പ്രത്യേകതകളുണ്ട്. ഒരു തച്ചൻ്റെ എല്ലാ പ്രൗഢികളോടും കൂടി പണിയായുധങ്ങളുമായി ഉണ്ണിയേശുവിനെയും കൂട്ടി തൻ്റെ തൊഴിലിന് പോകുന്നതാണ് ഈ രൂപം. തീർത്തും ഇത് തൊഴിലാളികളുടെ മധ്യസ്ഥൻ തന്നെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന പിതാവ്. വളരെ പെട്ടെന്നു തന്നെ വേലൂപ്പാടം ഒരു തീർത്ഥാടന കേന്ദ്രമായി പരിണമിച്ചു. ഔസേപ്പിതാവിന് ചില ചെല്ലപ്പേരുകളും കിട്ടി. കൊട്ടുവടി ഔസേപ്പ്, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കണ്ണാത്തച്ഛൻ്റെ ഔസേപ്പിതാവ് എന്നിങ്ങനെ. വേലൂപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വരുമാനം എങ്ങനെ ജനനന്മയ്ക്കായി വിനിയോഗിക്കണം എന്ന ചിന്തയിൽ നിന്നാണ് വേലൂപ്പാടത്ത് ഒരാശുപത്രി ജനിക്കുന്നത്. കണ്ണാത്തച്ഛൻ്റെ ചിന്തകൾ എപ്പോഴും ഒരു പ്രേഷിതൻ്റേതാണ്. പള്ളി എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമായതിനു ശേഷം തുടർന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ളൊരു ആശുപത്രി, അതായിരുന്നു അച്ഛൻ്റെ അടുത്ത ലക്ഷ്യം. എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരെയും ശ്രമദാനത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ അന്ന് സ്ഥാപിതമായത്. ഒരു ഹോസ്പിറ്റൽ, ക്യാൻറ്റീൻ, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു ചെറിയ ആശുപത്രി ഇവിടെ തുടങ്ങുകയും ഒടുവിൽ നാട്ടുകാരുടെ ചികിത്സാപരമായ ക്ലേശങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനം തന്നെ വേലൂപ്പാടം സെയിൻറ്റ് ജോസഫ് ആശുപത്രി പ്രവർത്തനം തുടങ്ങി. 1975 വൻ ജനാവലിയെ സാക്ഷിയാക്കി ചങ്ങനാശ്ശേരി സഹായമെത്രാൻ മാർ ജോസഫ് പൗവത്തിൽ ആശുപത്രിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആമ്പല്ലൂർ മുതൽ എച്ചിപ്പാറ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഈ ആശുപത്രി ഏറെ സഹായകരമായിരുന്നു. രൂപത അധ്യക്ഷനായ കുണ്ടുകുളം പിതാവിൻ്റെ അനുഗ്രഹാശിസുകൾ ഇക്കാര്യത്തിൽ കണ്ണാത്തച്ഛന് ഏറെ ശക്തി പകർന്നിരുന്നു. പള്ളിയും ഹോസ്പിറ്റലും പണിതതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ നിന്നും 5.5 കിലോമീറ്റർ അകലെയുള്ള വരന്തരപ്പള്ളി അസംഷൻ ഹൈസ്കൂളിലേക്കാണ് എച്ചിപ്പാറ മുതൽ, അതായത് ഇവിടുന്ന് എച്ചിപ്പാറയ്ക്ക് 14 കിലോമീറ്റർ ഉണ്ട്. എച്ചിപ്പാറ നിന്നും 14, 5, 19 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് ഇടവകയിൽ നിന്നും വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി പോകേണ്ടതിനുള്ളതിനാൽ ഈ സ്ഥലം ഒരു വിദ്യാഭ്യാസപരമായി ഉന്നതി പ്രാപിക്കുന്നതിന് ഇവിടെ ഒരു സ്കൂൾ വേണമെന്ന് വളരെയധികം ആഗ്രഹിച്ചു. അതിനുവേണ്ടിയുള്ള ആദ്യമായി സ്കൂളിന് വേണ്ട സ്ഥലം അദ്ദേഹം വാങ്ങിച്ചു. അതിനുശേഷം ലോനപ്പൻ നമ്പാടൻ MLA ആയിരുന്ന കാലത്ത് അദ്ദേഹവുമൊത്ത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ബേബി ജോൺ അവർകളെ പോയി കാണുകയും ഈ നാട്ടിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തി ഇവിടെ ഒരു ഹൈസ്കൂൾ വേണമെന്ന് പറയുകയും ചെയ്തു. ഹൈസ്കൂൾ വേണമെന്ന് പറയാൻ കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു 2 കിലോമീറ്റർ അപ്പുറം വേലുപ്പാടം സെൻറ്റ് പൈസ് 10th UP സ്കൂൾ അവിടെ ഉള്ളതുകൊണ്ട് 8 മുതൽ 10 വരെയുള്ള
ക്ലാസ്സുകളെ ഇവിടെ ആവശ്യമുള്ളൂ എന്നുള്ളതിനാൽ അദ്ദേഹം ഒരു ഹൈസ്കൂളിന് വേണ്ടി വളരെയധികം നിവേദനങ്ങൾ നടത്തുകയുണ്ടായി. അങ്ങനെ ലോനപ്പൻ തമ്പാടൻ എം എൽ എയുടെ കാലത്തും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ബേബി ജോണിൻ്റെ സന്നിധിയിലും ഇവിടെ നിന്ന് ആളുകളെ സംഘടിപ്പിച്ച് കൊണ്ടുപോയി നിവേദനം കൊടുക്കുകയും അങ്ങനെ ഈ സ്കൂളിൻ്റെ ഒരു ആവശ്യം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വേലൂപ്പാടത്തെ ക്ഷീര കർഷകരെക്കുറിച്ചും അച്ഛൻ ചിന്തിക്കാതിരുന്നില്ല. അവരുടെ ഉന്നമനത്തിനായി 1978 ഒരു പാൽ സൊസൈറ്റിക്ക് രൂപം കൊടുത്തു. അന്നത്തെ മന്ത്രിമാരും MLA മാരുമടക്കം ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം കന്നുകാലികളുടെ പ്രദർശനവും വിതരണവും കൂടി അച്ഛൻ സംഘടിപ്പിക്കാൻ മറന്നില്ല. എന്തിലും ആത്യന്തികമായി ജനനന്മ തന്നെയാണ് കണ്ണാത്തച്ഛന് പ്രധാനം. ഒന്ന് 8/77 ഈ സ്ഥാപനം ആരംഭിച്ചു. കണ്ണാത്തച്ഛൻ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ അന്ന് അതിൽ 25 മെമ്പേഴ്സായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇതിന് ഒരു 600 ആൾ മെമ്പേഴ്സായിട്ട് ഇതിങ്ങനെ സ്ഥാപനം നിൽക്കുകയായിരുന്നു. ആദ്യം ഞങ്ങൾക്കൊരു ആരംഭത്തിലൊരു 10-200 ലിറ്റർ പാലുണ്ടായിരുന്നെങ്കിൽ പിന്നെ അത് 10,000 ലിറ്റർ പാല് ഞങ്ങൾക്ക് അളക്കാൻ സാധിച്ചു. പിന്നെ അത് അവസാനം കുറച്ച് ഡിമ്മായി പാല്. ഇപ്പോൾ കൂടുതൽ പുരോഗതി പ്രാപിച്ചു വരുന്നുണ്ട്. പിന്നെ കാലിത്തെറ്റിയൊക്കെയാണ് ഇവിടുത്തെ കൂടുതൽ വിൽപ്പന. അച്ഛന് പിന്നെ ഇതിനായിട്ട് ഈ സ്ഥാപനം ഉണ്ടാക്കാനായിട്ട് അച്ഛൻ വളരെയധികം പരിശ്രമിച്ചു. ഞങ്ങൾ പള്ളി കെട്ടിടത്തിൽ വാടകയില്ലാതെ ഞങ്ങളെ അവിടെ താമസിച്ചു. പാലളന്നിരുന്ന ഓഫീസൊക്കെ അവിടെ തന്നെ. ഇപ്പം അത് പൊളിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇത് അച്ഛനായിട്ട് തന്നെ അച്ഛനും സംഘം കൂടി ഈ സ്ഥലം ഒരു 6 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഈ ബിൽഡിംഗ് പണിയാൻ അച്ഛൻ എല്ലാ സഹായവും. അന്ന് പള്ളിപ്പണി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അതിൻ്റെ കൂടെ ഇതും കൂടി കുറച്ച് ഞങ്ങളെ സഹായിച്ച്. അന്ന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനായിട്ടത് ഹെൽപ്പ് ചെയ്ത് ഇത്രയുമേ ആയി കിട്ടി. അന്ന് പണിതതാണ് ഈ മുറി, 2 മുറി ഇത് പണിതതാണ്. ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനായിട്ട് വളരെ ഗൗരവമായ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് നേട്ടം നടത്തുന്നതിന് വേണ്ടി ഒരു പാൽ സൊസൈറ്റി അച്ഛൻ തന്നെ പള്ളിയുടെ മുറിയിൽ തുടങ്ങി വെച്ചു. ഞാനന്ന് അതിൻ്റെ പ്രാരംഭഘട്ടത്തിലത്തെ ആദ്യത്തെ ജീവനക്കാരനാണ്. ഇപ്പോൾ ഞാൻ 35 വർഷം കഴിഞ്ഞ് നിന്ന് റിട്ടയർ ചെയ്തു. ആ കാലം അത്രയും ഈ സൊസൈറ്റിയുടെ ഒരു രക്ഷിതാവും പള്ളിയുടെ തന്നെ ഒരു ചെറിയ കൊച്ചു മുറിയിൽ തുടങ്ങി വെച്ചതാണ്. ഇന്നിപ്പോൾ ഏകദേശം 700ഓളം അംഗങ്ങളും 500ഓളം ലിറ്റർ പാൽ ശരാശരി കൈകാര്യം ചെയ്യുന്നു. 100-150ഓളം കർഷകർക്ക് പെൻഷൻ, 200 കൂടുതലേറെ ആൾക്കാർക്ക് ക്ഷേമനിധി. അങ്ങനെ വളരെ വലിയ ഒരു പ്രസ്ഥാനമായിട്ട് ആ ക്ഷീരസംഘം ഇന്നിവിടെ വളർന്നു വന്നിരിച്ചിട്ടുണ്ട്. കർഷകർക്കൊക്കെ വളരെയേറെ ഉപകാരപ്രദമായ രീതിയിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. എച്ചിപ്പാറ റിസർവ് ഫോറസ്റ്റിൽ നിന്നും പതിച്ചു കിട്ടിയ സ്ഥലത്ത് ഒരു കപ്പേള പണിതു. നമ്മുടെ വിശ്വാസം എല്ലാ ജനങ്ങളിലും എത്തിക്കാൻ അച്ഛന് ഏറെ തിടുക്കമുണ്ടായിരുന്നു. എച്ചിപ്പാറ റബ്ബർ എസ്റ്റേറ്റാണ്. തൊഴിലാളികളായിട്ട് എസ്റ്റേറ്റിൽ പാടികൾ താമസിക്കുന്ന കുറേ കത്തോലിക്ക കുടുംബങ്ങളും മറ്റുള്ളവരുമുണ്ട്. അപ്പോൾ അവരുടേതായ ആവശ്യം ഞാൻ ഉള്ളിൽ കണ്ടുകൊണ്ട് അവിടെ പണിയുന്നതിനോട് ചേർന്ന് ഇവിടെ ഒരു കപ്പേള അല്ലെങ്കിൽ പള്ളി പണിയാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ തേക്കങ്കാട് ഫോറസ്റ്റ് ഏരിയയും റബ്ബർ തോട്ടം കമ്പനിക്കാരുടെയും ആയതുകൊണ്ട് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഫോറസ്റ്റുകാരുമായിട്ട് പരിചയിച്ച് ചെറിയ അപേക്ഷ കൊടുത്ത് ക്രമേണ 1 ഏക്കർ സ്ഥലം ഫോറസ്റ്റ് ഏരിയയിൽ ഒരു പള്ളിപ്പണിക്ക് വേണ്ടി എനിക്ക് പതിച്ചു കിട്ടി. അപ്പോൾ അതിലെ തേക്കും നമ്പറിട്ട് മുറിച്ച് ലേലം വിളിച്ച് കൊണ്ടതാണ്. അപ്പോൾ അതൊരു സൗകര്യത്തിന് വേണ്ടി ആ തേക്കും ഞാൻ വിളിച്ചു. അങ്ങനെ ഇവിടെ
ചെറിയതായിട്ട് ആദ്യം ഒരു പള്ളി പണിതു, കുർബാന ചൊല്ലി ചിലർ സഹായം കൊണ്ടാണ്. അപ്പോൾ ഇതിനോട് ചേർന്നുകൊണ്ട് ഈ സെൻറ്റർ എസ്റ്റേറ്റിൻ്റെയും ഫോറസ്റ്റിൻ്റെ ആണെങ്കിലും ഈ സെൻറ്ററിൽ ബസ് കൊണ്ടുവന്ന് നിർത്തുന്നിടത്ത് ഒരു കപ്പേള, ഞാൻ ഫോറിനിൽ യൂറോപ്പിലും ഇസ്രായേലിലൊക്കെ പോയ അവസരത്തിൽ ഒരു കൊച്ചുരേസ്യ പുണ്യാളത്തിയുടെ രൂപവും അപേക്ഷയും കണ്ടുകൊണ്ട് അങ്ങനെ ഒരു കപ്പേളയ്ക്ക് സ്ഥലം കിട്ടിയാൽ ഒരു കപ്പേള പണിയാം എന്നാഗ്രഹിച്ചുകൊണ്ട്, അതും ദൈവത്തിൻ്റെ, ഒരിക്കലും ഒരു എസ്റ്റേറ്റ് ഫോറസ്റ്റ് ഒരു പള്ളിക്കോ സ്ഥാപനം കൊടുക്കാൻ പാടില്ല. എന്നിരുന്നാലും അന്നത്തെ ഉദ്യോഗസ്ഥന്മാരും സ്നേഹം കൊണ്ട് അവിടെ ഒരു കപ്പേള പണിയാൻ സ്ഥലം കിട്ടി. അത് പാലപ്പള്ളി എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഒരു കപ്പേളയാണ്, ആ സ്ഥലമാണ്. അവിടെ കൊച്ചുരസ്യപുണ്യാളത്തി രൂപം വെച്ചു, അതും വെഞ്ചരിച്ചു. അങ്ങനെ ഒരു പ്രദേശം ഒരു കത്തോലിക്ക വിശ്വാസത്തിൻ്റെതായ ഏരിയയായി. അപ്പോൾ അന്ന് കത്തോലിക്ക കുടുംബങ്ങളുള്ളത് കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ദീപലിയിലും മറ്റ് കപ്പേള പ്രാർത്ഥനയ്ക്കൊക്കെ ധാരാളമായിരുന്നു. ഇപ്പോൾ കാലം മാറിയതോടുകൂടി എസ്റ്റേറ്റിൽ ജോലിക്കാർ, കത്തോലിക്ക കുടുംബങ്ങൾ റിട്ടയർ ചെയ്യുന്നതോടുകൂടി കുറേശ്ശെ പുറത്തേക്ക് പോയി തുടങ്ങി. എന്നിരുന്നാലും എല്ലാ ഞായറാഴ്ചയും കുർബാനയും അവരുടേതായ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ഈ വേലിപ്പാടം ഇടവകയുടെ അംഗങ്ങളായിട്ട് ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മനോഹരമായ ദേവാലയമാണ്. കപ്പേള വളരെ ആദരവോടുകൂടി എല്ലാ മതസ്ഥരും വന്ന് പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുന്ന ഒരു സ്ഥലമാണ്. പിന്നീട് പാലപ്പള്ളി എസ്റ്റേറ്റ് ഉടമ എച്ചിപ്പാറ ബസ് സ്റ്റോപ്പിൽ അനുവദിച്ചു തന്ന സ്ഥലത്തും ഒരു കപ്പേള പണിയാൻ കണ്ണാത്തച്ഛൻ മറന്നില്ല. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി